ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അരിപ്പൊടിയും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു അടിപൊളി സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചേരുവകളൊന്നും വേണ്ട കേട്ടോ. ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള ചേരുവകളെല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ ചേർത്ത് തയ്യാറാക്കിയെടുത്തുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കും കൂടെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത്രത്തോളം മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മുട്ട വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സ്നാക്കിൻ്റെ അളവ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 5 or 6 മുട്ടയൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം സൈസിലുള്ള സവാള ചെറുതായി മുറിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 4 മുട്ട വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ മീഡിയം സൈസിലുള്ള ഒരു സവാള മാത്രം മതി. ഇനി ഇതിലേക്ക് ചെറുതായി മുറിച്ചിട്ടുള്ള ക്യാബേജ് ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും 1/4 കപ്പാണ്. അപ്പോൾ ഞാൻ ഇത്ര വെജിറ്റബിൾസാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയിട്ടോ കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് മല്ലിയിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 2-3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ച് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുരുമുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയൊക്കെ ആണെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേറെ മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചിക്കൻ മസാല, ഗരം മസാല അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി വറുത്തതോ വറുക്കാത്തതോ ഏത് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുമല്ലോ ആ ഒരു അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല നൈസായിട്ടുള്ള പൊടി ഉണ്ടല്ലോ, അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. അത് 4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 മുട്ട എടുക്കുകയാണെങ്കിൽ 4 ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി അരിപ്പൊടിയും വെജിറ്റബിൾസും എല്ലാം തന്നെ ഈ ഒരു മുട്ടയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് വേറെ വെള്ളമോ പാലോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ഈ ഒരു മുട്ടയിൽ മാത്രം ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒരു 30-40 സെക്കൻഡോളം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ അപ്പോഴേക്കും നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടും. അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടിയോ മൈദയോ ഒന്നും ചേർക്കരുത് കേട്ടോ. അരിപ്പൊടി വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അരിപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കിയാലേ കറക്റ്റായിട്ട് ഇത് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ അരിപ്പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ അതാ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാനാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂണോളം ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പാന് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഓയിൽ എല്ലാ വശത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പാന് നല്ലപോലെ ഒന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓയിലൊക്കെ ഇപ്പോൾ എല്ലാ വശത്തും നല്ലപോലെ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുട്ടൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു പരന്ന നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സോസ് പാൻ പോലത്തെ പാനൊക്കെ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ കുറച്ച് കട്ടിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരു കേക്കിൻ്റെയൊക്കെ പോലെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ അതാ ഒരു കൂട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇനി ഇത് കുക്കാകാൻ വേണ്ടിയിട്ട് എത്ര സമയമുണ്ടോ അത്രയും സമയം നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയും അരിപ്പൊടിയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വശം ആയി കിട്ടാൻ ഏകദേശം ഒരു 3 മിനിറ്റോളം വേണം. പിന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് 1 മിനിറ്റോളം വെക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സ്നാക്സ് റെഡിയായി കിട്ടും. ഇപ്പോൾ അതാ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു 40 സെക്കൻഡോളം മാത്രം കേട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ലപോലെ കുക്കായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഈ സ്നാക്ക് കിട്ടിയിട്ടുണ്ട്.
ഇത് ചെറിയ ചൂടോടുകൂടെ കഴിക്കണം കേട്ടോ. മുട്ട ആയതുകൊണ്ട് തന്നെ തണുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകും. അപ്പോൾ ചെറിയ ചൂടോടുകൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കും കൂടെയാണ്. അപ്പോൾ അരിപ്പൊടി, മുട്ടി, നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ സ്നാക്ക് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട സ്നാക്കൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.